AP ഉസ്താദ് സ്ത്രീ സംവരണത്തിനെതിരെ ശക്തമായി നിലയുറപ്പിച്ചപ്പോ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിക്കണല്ലോ എന്ന് ചാനലുകാര് ചോദിച്ചപ്പോ അപ്പുറത്തെ സമസ്തന്റെ നേതാവ് പറയുന്നത് പെണ്ണുങ്ങൾ നിൽക്കുന്നത് നല്ല മട്ടുള്ള സംഗതിയാണ്. തിരുവനന്തപുരം വിഭാഗം കേരള മുസ്ലിം ജമാഅത്ത് സംഘടനയ്ക്ക് രൂപം നൽകി. അത് രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ വേണ്ടി വന്നാൽ ഇടപെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇടപെടലും രാഷ്ട്രീയ പാർട്ടി ആകലും രണ്ടാണ്. അത് മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കണതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അത് ഇനിയും ഇടപെടും. അത് വേറെ കാര്യം. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം അദ്ദേഹം പങ്കുവച്ച ഒരഭിപ്രായം, സ്ത്രീകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രാതിനിധ്യം ആവശ്യമുണ്ടായിരുന്നില്ല, 50% എന്ന് പറയുന്നത് കൂടുതലാണ് എന്ന്. ആ അഭിപ്രായത്തോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് സ്ത്രീകൾ എന്നും പിന്നോക്കം നിന്ന രാജ്യമാണ്. ഒരു പശ്ചാത്തലമാണ് ഇവിടെ. നമ്മുടെ കേരളത്തിൽ ഒരു പക്ഷേ നമുക്കത് അനുഭവപ്പെടുന്നില്ലെങ്കിലും കേരളത്തിന് പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ ഇന്നും വളരെ സാമൂഹികമായി വളരെ പിന്തള്ളപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അവർക്ക് കണ്ടുകൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളിലെങ്കിലും അവർക്ക് 50% കൊടുക്കണം എന്ന് അന്ന് നിയമം ഉണ്ടായത്. തങ്ങളുപ്പാപ്പ രാജ്യത്ത് അങ്ങനെ നിയമം ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിനെ ന്യായീകരിക്കാൻ നമ്മൾ പോകണോ? സ്ത്രീകൾക്ക് പിന്നോക്കം വന്നാൽ, സ്ത്രീകൾക്ക് അവശത വന്നാൽ, സ്ത്രീകൾക്ക് പ്രയാസം വന്നാൽ അത് പരിഹരിക്കേണ്ടത് പെണ്ണുങ്ങളിലൂടെയാണോ? അർരിജാലു ഖവ്വാമൂന അലന്നിസാ. സ്ത്രീകളുടെ പരാധീനതകളും സ്ത്രീകളുടെ പിന്നോക്കമോ സ്ത്രീകളുടെ പ്രയാസങ്ങളും പരിഹരിക്കേണ്ടത് സ്ത്രീകളെ രംഗത്തിറക്കിയല്ല. ആ ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചത് അർരിജാലു ഖവ്വാമൂന അലന്നിസാ. അത് അല്ലാഹു ഏൽപ്പിച്ചത് പുരുഷന്മാരിലൂടെയാണ്. അത് ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടത് ആണുങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ. അത് മറന്ന് നമുക്ക് സംസാരിക്കാമോ? ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമങ്ങൾ എന്തും ഉണ്ടാകട്ടെ, പക്ഷേ നമുക്കതിനെ ന്യായീകരിക്കാമോ? നമുക്ക് നമ്മുടെ മതത്തിന്റെ നിലപാട് സൂക്ഷിക്കേണ്ടതല്ലേ എന്ന് ബഹുമാനത്തോടെ സൂചിപ്പിക്കുന്നത് സാധാരണ മുസ്ലിം പെണ്ണുങ്ങള് ഇത്തരം വാക്ക് കേട്ടുകൊണ്ട് അബദ്ധത്തിനിറങ്ങാതിരിക്കാനാണ്. അത് പിന്നെ ഇപ്പൊ അതുമായി ജനങ്ങള് അതുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങള് പൊരുത്തപ്പെട്ടേക്കാം, പക്ഷേ ഈമാനുള്ള മുസ്ലിമിന് ഒരു പെണ്ണ് പൊതുരംഗത്ത് വരുന്നത്, ഒരു പെണ്ണ് ഇലക്ഷനിൽ നിൽക്കുന്നത്, അങ്ങനെ ആ പെണ്ണ് ഇലക്ഷൻ റാലികളിൽ മുന്നിൽ നിൽക്കുന്നത്, ആഹ്ലാദ പ്രകടനങ്ങളിൽ പ്രദർശനത്തിന് നിൽക്കുന്നത്, തെരുവ് തണ്ടി വോട്ട് ചോദിക്കുന്നത്, ഈമാനുള്ള മുസ്ലിമിന് പൊരുത്തപ്പെടാൻ കഴിയില്ല. ആര് പറഞ്ഞാലും അതിന് ഈമാനുള്ളവന് സാധിക്കുകയില്ല. AP ഉസ്താദ് ഇങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഖുർആൻ മറന്നുകൊണ്ട്, അവിടത്തെ വല്ലിപ്പയായ റസൂലുള്ളാഹിനെ മറന്നുകൊണ്ട് കേവലം ഉസ്താദിനെതിര് പറയാ ഈമാനോടെ ചിന്തിക്കുമ്പോ സാധിക്കുമോ? ഇപ്പൊ ഒരു മാറ്റത്തിന്റെ കാര്യം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. മാറണമെന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിച്ചുകൊണ്ടൊരു മാറ്റം ഉണ്ടാക്കിയാൽ രാഷ്ട്രീയക്കാർ, സെക്കുലർ രാഷ്ട്രീയക്കാർ വരെ പറയാ കുറച്ച് മാറ്റം വേണതിന്. തങ്ങൾ പാപ്പ പറയണേ മാറണമെന്ന് നമുക്ക് തോന്നുന്നില്ല. സമുദായം പരമ്പരാഗതമായിട്ട് സ്ത്രീകളെ അങ്ങനെ മുന്നിൽ നിർത്തുന്നവരല്ല, പൊതുരംഗത്തേക്ക് അങ്ങനെ കൊണ്ടുവരുന്നവരല്ല. എങ്കിൽ കൂടി സ്ത്രീ ശാക്തീകരണത്തിന് ഇത് നന്നാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, ലീഗിന്റെ ഒരു പ്രധാന നേതാവെന്ന നിലയിൽ? അതിപ്പോ ഇങ്ങനൊരു നിയമം നിലനിൽക്കെ, ഇപ്പൊ നമ്മുടെ പാർലമെന്റ്, നിയമസഭ, ത്രിതല പഞ്ചായത്തുകള്, ഇവിടെയൊക്കെ തന്നെ സംവരണം നിലനിൽക്കുമ്പോ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. ലീഗ് ഒരു കുഴപ്പം വരൂലട്ടോ. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സീറ്റും സംവരണമല്ല, പെണ്ണുങ്ങൾക്കേ സംവരണമുള്ളൂ. ഏതെങ്കിലും പെണ്ണു AP ഉണ്ണികൃഷ്ണൻ ആയില്ല ജില്ലാ പ്രസിഡന്റ്, ശാന്തകുമാരിനെ നിർത്തിക്കോട്ട പെണ്ണുങ്ങളെ സീറ്റിൽ മാപ്പിള പെണ്ണുങ്ങളെ കോലം കെട്ടിച്ചനോ? സംബന്ധിച്ചിടത്തോളം ആദ്യം ആശങ്ക ഉണ്ടായിരുന്നു സ്ത്രീകളെ സ്ഥാനാർത്ഥികളായി കിട്ടുമോ എന്ന്. എന്താ ആശങ്ക? പെണ്ണുങ്ങളെ കിട്ടുമെന്ന ആശങ്ക. പരലോകത്ത് ഹിസാബ് പറയണ്ടേന്നുള്ളതല്ല നോക്കിങ്ങള്. എന്നാൽ ലീഗ് പരിശ്രമിച്ചപ്പോ നല്ല വിദ്യാസമ്പന്നരായ സ്ത്രീകളെ മുസ്ലിം ലീഗിന്
പൊതുരംഗത്തിറക്കാൻ സാധിക്കുകയുണ്ടായി. അതൊരു പോരിശയല്ല, അതൊരു മഹത്വമല്ല, അതവിടത്തെ വല്ലിപ്പാനോട് എതിര് പ്രവർത്തിക്കല. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ കാര്യങ്ങൾ പെണ്ണുങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഭൂമിയുടെ പുറം ഭാഗത്തെക്കാൾ ഭൂമിയുടെ അടിയാണ് ഖൈറെന്ന് ഖാല റസൂലുള്ളാഹി. ഇതാണ് അവിടുത്തെ വല്ലിപ്പ പറഞ്ഞ് നമ്മൾ അവിടെ നിൽക്കുക. നല്ല പ്രഗത്ഭരായ ഭരണാധികാരികളെ അതിൽ നിന്ന് ലീഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയൂല, മുത്തുനബി കഴിയൂല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെ കൊണ്ടത് ആവൂല. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അടുത്തിടെ പ്രചരിച്ച ഒരു കാര്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭർത്താവിന്റെ പടം വെച്ച് പോസ്റ്റർ അടിക്കുന്നു, പക്ഷെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഭാര്യയാണ്. ഭാര്യ രംഗത്ത് വരുന്നില്ല. അത്തരം പ്രവണതകളെ നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നോക്കണങ്ങള് ചില നാടൻ മനുഷ്യന്മാരെ കൽബിലൊരു ഈമാൻ വന്നു, കട്ടകാലത്തിന് പമ്പർന്നോളം നിർത്തി. എന്നാൽ ഭാര്യയുടെ ഫോട്ടോ ഒരു പോസ്റ്ററിലും വരണ്ട, ഒരു ഫ്ലക്സിലും വരണ്ട. പകരം നാട്ടുകാർക്ക് പരിചയമുള്ളത് പമ്പർന്നോളയല്ല തന്നെയാണ്. അതുകൊണ്ട് തന്റെ ഫോട്ടോ കിടക്കട്ടെ എന്ന് വിചാരിച്ച ആരോ ഒരാൾ ഫോട്ടോ കൊടുത്താൽ അതിന്റെ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ ആദരണീയരായ തങ്ങളെ അങ്ങേക്കു പറയാമായിരുന്നു, എന്തേ ആരെ ഫോട്ടോ കൊടുക്കണ്ടെന്ന് പറഞ്ഞൂടെ? അതല്ല പറയണത്, ആ പെണ്ണിന്റെ ഫോട്ടോ തന്നെ കൊടുക്കണം. എന്നാൽ പാണക്കാട് സാദാത്തുക്കളിൽ നിന്ന് ഇതിനൊരു മാതൃക അങ്ങ് കാട്ടിത്തരുമോ സയ്യിദി? മാത്രമല്ല, വനിതാ ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, എല്ലാ സംഘടനയുടെയും അധ്യക്ഷ സ്ഥാനത്ത് പാണക്കാട് സാദാത്തുക്കളുണ്ട്, നല്ലത് തന്നെയാണ്. എന്നാൽ വനിതാ ലീഗിന്റെ സ്ഥാനത്തേക്ക് പാണക്കാട്ട് നിന്നും മഹിളകൾ ഇറങ്ങട്ടെ. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അവിടെയില്ലേ? അറിവുള്ള പെണ്ണുങ്ങളില്ലേ? അതേ ഉമ്മത്തിനൊന്ന് നേതൃത്വം കൊടുക്കാൻ പാണക്കാട്ട മഹിളമാരെ ഇറക്കി ഒന്ന് മാതൃക കാട്ടൂ തങ്ങള്. എല്ലാ ബഹുമാനവും വെച്ച് ഈമാനിന്റെ പേരിലുള്ള വെറുപ്പ് ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് ദീനല്ല മുഅ്മിനീങ്ങള്. സമുദായം ബഹുമാനിക്കുന്ന സാദാത്തുക്കൾ ഇങ്ങനെ പറഞ്ഞാൽ ആലിമീങ്ങൾ അതിന് വളം വെച്ചു കൊടുത്താൽ ഈ സമുദായം നശിച്ചു പോകുമല്ലോ. അതിനേക്കാളും നല്ലത് ഭൂമിയുടെ അകത്തിനേക്ക് അപ്പുറത്തേക്കാളും ഭൂമിയുടെ അടിയാണ് ഖൈറെന്ന് ഖാല റസൂലുള്ളാഹി. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. ഭാര്യയുടെ ചെലവിൽ എന്തിനാ ഭർത്താവ് പടം വെച്ച് തെരഞ്ഞെടുപ്പ് നേടുന്നത്? അല്ല പാപ്പ, ഫോട്ടോ തന്നെ വെക്കാതെ മത്സരിച്ചൂടെ? ആരെ ഫോട്ടോ വെക്കണ്ടല്ലോ ഇലക്ഷനിൽ ജയിക്കാൻ, അങ്ങനെയും മത്സരിച്ചൂടെ? അതെങ്കിലും അങ്ങേക്ക് പറഞ്ഞുകൂടായിരുന്നോ? സ്ഥാനാർത്ഥി ആരാണോ അവരുടെ പടം വെച്ച് തന്നെയല്ലോ തെരഞ്ഞെടുപ്പ് നേടും. മറ്റേ ഒരു ഫോട്ടോ വെക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിട അങ്ങനെ പറഞ്ഞാ പോരേനോ പാപ്പ? ഇങ്ങനെ പറയേണ്ടിയിരുന്നോ? ഇത് വേലി വിളതിന്നലല്ലേ? ഇത് സമുദായത്തിന് അപകടം വരുന്ന കാര്യമല്ലേ? ഇങ്ങനെ പോയാൽ ഈ സമുദായം എവിടെ എത്തുമെന്ന് സമുദായത്തിലെ ഉലമാക്കൾ ചിന്തിക്കേണ്ടതല്ലേ? എന്നാൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇറങ്ങിയുള്ള മുസീബത്ത് നോക്കിങ്ങള് ഞങ്ങള് പറയണില്ല. എലക്ഷന്റെ മുമ്പ് എസ്കക്കാര് വേലറിഞ്ഞാൽ ചിലതൊക്കെ മട്ടം പോലെ പറയും. എലക്ഷൻ വരുമ്പാണ് വിഴുങ്ങല. അങ്ങനെ എലക്ഷൻ വരുന്നതിന്റെ മുമ്പ് സിംസാറിലൊക്കെ വേലറിഞ്ഞപ്പോ അത് മട്ടം പോലെ തന്നെ പറഞ്ഞിരിക്കണം. അതിന്റെ ഗൗരവത്തിലാന്ന് കേട്ടോളൂ. എന്നിട്ട് വേണം ഈ തങ്ങൾ പാപ്പ പറഞ്ഞ വാക്ക് നമ്മൾ വിലയിരുത്താൻ. സ്വന്തം ഭാര്യയോ പെങ്ങന്മാരോ തന്റെ വീട്ടിലെ പെണ്ണുങ്ങളോ തിന്മ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞാൽ, അല്ലാഹുവിന് ഇഷ്ടമല്ലാത്ത പണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊന്നും ലവലേശം ഒരു പ്രശ്നമില്ലാത്ത വാപ്പ, പ്രശ്നമില്ലാത്ത ആങ്ങള, പ്രശ്നമില്ലാത്ത ഭർത്താവ് എന്റെ പെണ്ണ് പോകുന്നതിന് കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. പ്രശ്നല്ല എന്ന് പറഞ്ഞത് ഭർത്താവല്ല, സമുദായത്തിലെ നേതാക്കളാണ്. അല്ലേ? ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഇങ്ങനെ ഫത്വ കൊടുത്ത നാടന്മാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹുവിനെ ഓർത്ത് മനസ്സിലാക്കണം. പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിന് ഇറക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ നിയമമാണ്. ആ നിയമത്തിനെതിരിൽ ആര് പറഞ്ഞാലും ഔറത്ത് കാണണ്ടൊന്ന് മടക്കുത്ത് അയച്ചിടി എന്ന് പറയേണ്ടി വരും.
തന്റെ ഭാര്യയെ നീ മെമ്പറാക്കേണ്ട ഹറാമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഹറാമാണത്. ഹറാമാണ്. ജുമുഅ ജമാഅത്തിന് പള്ളിക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് മാത്രമാണ് ഉലമാ ചർച്ച ചെയ്തത്. അതന്നെ വേണോ വേണ്ടേ? എന്നിട്ട് പിന്നെ നമ്മൾ ഇവരെ പുറത്തിറക്കണ്ട, അവർക്ക് വിഞ്ഞുകൾ ഉണ്ടാക്കണ്ട, അവർ വീട്ടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി ഭർത്താവിനെ പരിചരിച്ച് നല്ലൊരു തലമുറയുടെ സൃഷ്ടിപ്പ് നടത്തേണ്ട ഉമ്മമാരാണ്. അവരെ നീ ഗോതയിലേക്ക് ഇറക്കല്ല, പൊതുപ്രവർത്തനത്തിന് ഇറക്കല്ല. ദീൻ പറയുമ്പോ എങ്ങനെയാ പറയാ? അപ്പൊ എ പി ഉസ്താദ് പറഞ്ഞു കൊടുത്തുക ഇത് എലക്ഷൻ വരുന്ന എസ്കക്കാര് പറയില്ല. ഇനിയൊരു കൊല്ലം കഴിഞ്ഞാൽ ഈ വേളൊക്കെ രണ്ടാമത് പറഞ്ഞു. അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന്റെ വിഷമമില്ലെങ്കിൽ നിന്റെ പേരാണ് ദയ്യൂസ് എന്ന് റസൂലുള്ളാഹ്. അതെവിടെയാ? ആദ്യം പോയി എസ്കക്കാരൻ വിളിക്കണ്ട്, ക്ലിപ്പ് കേട്ട് നിങ്ങൾ തീരുമാനിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കണം. നന്നായി മനസ്സിലാക്കിക്കോളി. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യരുത്. മുസ്ലിം ലീഗിന്റെ പേരിൽ ചെയ്യരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ മുസ്ലിം എന്നുള്ള പേര് മാറ്റിക്കോ, ഇസ്ലാമിന്റെ പേര് മാറ്റിക്കോ. ഹരിജൻ ലീഗ് പറ്റും. ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പരിപാടികളാണ്, നടന്നോട്ട്, ഒരു കുഴപ്പമില്ല. അതെ, ഇതാണ് ദീൻ പറയുമ്പോ എങ്ങനെയാ പറയാ. ഇനി രാഷ്ട്രീയം പറയുമ്പോ ഇലക്ഷൻ ആകുമ്പോ അപ്പതൊക്കെ മുണുങ്ങും. ഇയാളും മുണുങ്ങിക്കണം. നമ്മൾ എല്ലാറ്റിനും ചെവി കൊടുക്കരുത്. എല്ലാത്തിനും ചെവി കൊടുക്കരുത്. ഹക്കും ബാത്തിലും മനസ്സിലാക്കണം. മുഖമക്കന ധരിച്ച് കയ്യും മുഖവും മുറത്ത് കാണിച്ച് ആണിനെ പോലെ റോഡിലൂടെ നടക്കാൻ പറ്റുമെന്ന് ആരാണ് ഇവിടെ നിയമം കൊണ്ടുവന്നത്? ചേളാരി സമസ്ത. എന്ന അള്ളാഹുവിന്റെ വചനത്തിന് ആരാണ് ദുർവ്യാഖ്യാനം ചെയ്തത്? ചേളാരി സമസ്ത. അങ്ങനുണ്ടോ? അങ്ങനുണ്ട്. ചേളാരി സമസ്തന്റെ അജണ്ടയിലുണ്ട്. റോഡിലൂടെ നടക്കാമെന്ന്, അന്യരുടെ കൂടെ മിങ്കിളാകാമെന്ന്. അവൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റില്ല മുഅ്മിനെ, അവളെ മത്സരിപ്പിക്കാൻ പറ്റില്ല മുഅ്മിനെ. ഇത് എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കും. ഇങ്ങനെ മുഅ്മിനീങ്ങളോട് പറഞ്ഞോളി, SK ഓഫീസിൽ പോയി ഇത് പറയരുത്. ഒരു സ്റ്റേജ് കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് ഇനി നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാം മുഅ്മിനെ. വേണ്ടതുപോലെ ചെയ്തത് അയാളെ വിളിച്ചോണ്ട് DH ഓഫീസിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇയാൾ ഇലക്ഷൻ വന്നപ്പോ പറഞ്ഞു അത് പന്നിയിറച്ചി നിന്നോടത്തൊക്കെ പറ്റുമെന്ന്. എന്ത് പന്നിയിറച്ചിയാ? മാക്സിമം മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം ഒരു സംവരണ സീറ്റ് ഇന്ത്യ രാജ്യത്ത് എവിടെയും ഉണ്ടോ? പെണ്ണുങ്ങൾക്കുള്ളത് ഏതേലും പമ്പറന്നോട് മത്സരിച്ചോട്ടെ മനുഷ്യന്മാരെ. പേർഷ്യക്കാരനായ ആളുകൾ, പേർഷ്യക്കാർ, അവരുടെ രാജഭരണം, രാജാവ് മകളെ ഏൽപ്പിച്ച വിവരം അറിഞ്ഞപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ യുഫ്ലിഹ ഖൗമൻ വല്ലൗ അംറഹും ഇംറഅ. ഒരു പെണ്ണിനെ അധികാരം ഏൽപ്പിച്ച സമൂഹത്തിന് വിജയമുണ്ടാവുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പേർഷ്യയുടെ ഭരണം രാജാവ് മകൾക്ക് കൈമാറിയപ്പോഴാണ്. അതുകൊണ്ട് മദീനത്തെ തങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറത്ത് പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, പക്ഷെ അത് സ്വീകരിക്കാൻ മാറുകല്ല. 10 കൊല്ലത്തിനിടക്കാണ് അവിടെ അരാജകത്വമുണ്ടായി. രാജാവും രാജ്ഞിയും മക്കളും കൊല ചെയ്യപ്പെട്ട രീതിയിൽ ചരിത്രം മാറിമറിഞ്ഞത്. അവിടെ നല്ല ഗ്രാമപഞ്ചായത്തിലൊക്കെ വരാൻ പോകാം മുടി പിടിച്ച് തല്ലേ. നോക്കിക്കോളിങ്ങളെ, എല്ലായിടത്തും വരൂ. എന്താപ്പ കഥ? തൊട്ടിലും കുട്ടികളായിട്ട് പോക, കെട്ടിയോ മുലൊടുക്കാൻ നിൽക്കാൻ അല്ലേ? ഈ അവസ്ഥക്ക് കാര്യങ്ങൾ പോകാൻ എവിടെയാ അരാജകത്വം വരാത്തത്? സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. തമാശക്കു പറഞ്ഞതല്ല, എത്ര ഗൗരവത്തിൽ ഹബീബ് പഠിപ്പിച്ച ആശയമാണ്. എന്തെങ്കിലും രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ കൊഞ്ഞനം കുത്താമോ? ഇതൊക്കെ നശിപ്പിക്കാമോ? ഇതൊക്കെ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴക്കുമ്പോ ഹക്ക് ഹക്കായി പറയാൻ ഇവിടെ ഒരു പ്രസ്ഥാനം വേണ്ടേ? അതിനിവിടെ ഒരു പണ്ഡിത സമൂഹം വേണ്ടേ? അത് സ്വീകരിക്കുന്ന ഒരു മുസ്ലിം വിഭാഗം ഇവിടെ വേണ്ടേ? അതിനാണ് അല്ലാഹു താജുൽ ഉലമക്ക് ഇത് തോന്നിപ്പിച്ചു കൊടുത്തത്. അതിനാണ് ഇത് പുനഃസംഘടിപ്പിക്കാനുള്ള തൗഫീഖ് സുൽത്താനുൽ ഉലമയിൽ അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത്. ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരക്കാൻ അല്ലാഹു തന്ന ഭാഗ്യോ, ഈ ദുനിയാവിൽ അല്ലാഹു ഹിദായത്ത് തന്നതിന്റെ ശേഷം എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യമാണ്. അല്ലാഹു നമ്മെ ഹക്കിന്റെ പാതയിലായി ജീവിപ്പിച്ചുകൊണ്ട് ഹക്കിലായി ആഖിബത്ത് നന്നായി അല്ലാഹു മരിപ്പിക്കട്ടെ. ഇത് ഇലക്ഷൻ വരുന്നതിന്റെ മുമ്പുള്ള വേള.
എലക്ഷൻ വന്നപ്പോ നേരെ ഫത്വ മാറി. സങ്കടം. തങ്ങന്മാര് ഫാത്തിയോത് ഇതായിരുന്നൊരു ചാനൽ. ആ ചാനലിൽ ഒരു പെണ്ണ് ചോദിക്കാൻ, ചോദ്യോത്തര പക്കിയിൽ ചോദിക്കാൻ, നിഷ്കളങ്കയായ ഒരു ഉമ്മ. ആ ഉമ്മയോട് ഭർത്താവ് നിരന്തരം സ്ഥാനാർത്ഥിയാകാൻ പറയാൻ. ആ ഉമ്മ ഒരു നിലക്കും തയ്യാറാകണില്ല. അവസാനം ഈ ചാനലിൽ വരുന്നൊരു മൂല്യാര് ഫത്വ കൊടുക്കണുണ്ട് എന്ന് കേട്ടപ്പോ ഫത്വ ചോദിക്കാൻ, എന്നെ ഭർത്താവ് നിർബന്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മത്സരിക്കണോ? നോക്കണങ്ങള് കുറച്ച് ഉസുറുമ്പില്ലാത്ത പെണ്ണ് ഇറങ്ങല്ല. മാനവും അന്തസ്സുമുള്ള ഒരു ഉമ്മ ഭർത്താവിന്റെ പ്രസിംഗിന് പോലും കൊടുക്കാതെ ആലിമീങ്ങളിൽ നിന്ന് അനുകൂലമായൊരു ഫത്വ തന്റെ മാനവും ചാരിത്രവും അഭിമാനവും സംരക്ഷിക്കാൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഫത്വ ചോദിച്ചിട്ട് മോലിയമാരിരുന്ന് കൊടുക്കണ ഫത്വ നോക്കി. ഫാത്തിമ എന്ന സഹോദരി പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്രീയക്കാരനായ ഭർത്താവ് വർഷങ്ങളായി ആ വാർഡിൽ അദ്ദേഹമായിരുന്നു കൌൺസിലറായി നിന്നിരുന്നത്. ഇപ്പോൾ വനിതാ വാർഡായപ്പോൾ ഭാര്യയായ എന്നോട് നിൽക്കാൻ പറയുന്നു. ഞാനങ്ങനെ സമ്മതിച്ചാൽ ഫോട്ടോ പതിക്കുകയും ജനസദസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യില്ലേ? എന്ത് ചെയ്യണമെന്നാണ്. ഒരുപക്ഷെ നമുക്ക് ഈ കത്ത് വൈകിയാണ് ലഭിച്ചത് എന്നുള്ള വസ്തുത കൂടി ഞാൻ കൂടെ ചേർക്കുകയാണ്. പത്രിക കൊടുക്കൽ കഴിഞ്ഞു എന്നുള്ള സങ്കടത്തിലാ മൂപ്പരുള്ളത്. നോക്കി. ഇസ്ലാമിക വീക്ഷണത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയൂലേ, പഞ്ചായത്തായിട്ട് കൊണ്ടരല്ലേ, ശരീഅത്ത് മതിക്കി തലീ കെട്ടി പറയേണ്ടത് അതാണ്. അവിടെ നിന്നാ പോരെ, അതെന്താന്ന് പറഞ്ഞു. പുരുഷന്മാരെ പോലെ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടു കൂടെ യാത്ര പോകാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമുള്ള അവകാശം അവർക്ക് നൽകുന്നില്ല. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞുകൂടുവീൻ എന്ന് ഖുർആനിലുണ്ട്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ലൂല, പൂർവികരായ വിവരം കെട്ട ആ കാലത്ത് ചെയ്തിരുന്നത് പോലെ നിങ്ങൾ രംഗപ്രവേശനം ചെയ്യരുത് എന്നുണ്ട്. മാത്രമല്ല വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുദന മിൻ അബ്സാരിഹിന്ന, ഈമാനുള്ള വനിതകളോട് അവരുടെ കണ്ണുകൾ ഹറാമിൽ നിന്ന് അന്യപുരുഷന്മാരിൽ നിന്ന് നിങ്ങൾ ചിമ്മുവീൻ എന്ന് അവരോട് നിർദ്ദേശിക്കാൻ വിശുദ്ധ ഖുർആനിലുണ്ട്. വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന എന്ന് പറഞ്ഞ ആയത്തുണ്ട്. അവർ പുറത്തിറങ്ങുമ്പോൾ, അന്യ ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മുഖമൊക്കനം മാറത്തേക്കിടട്ടെ, മറച്ചുകൊണ്ട് ഇറങ്ങാൻ പാടുള്ളൂ എന്നുണ്ട്. അവിടെയാണ് തങ്ങൾ പാപ്പ പറയുന്നത്, ഭർത്താവിന്റെ ഫോട്ടോ പോരാ പമ്പർന്നുള്ള മാണം നോക്കണങ്ങള്. ഇതൊക്കെ ഖുർആനിലുള്ള. അവരുടെ സൗന്ദര്യം അവരുടെ ഭർത്താവിനോ, വിവാഹബന്ധം ഹറാമായ മഹ്റമുകളായ തന്റെ ഉപ്പമാർ, മക്കള്, സഹോദരന്മാർ തുടങ്ങിയ ചില ആളുകളെ ഖുർആനിൽ എണ്ണുന്നുണ്ട്. അത്തരം ആളുകളിലേക്കല്ലാതെ വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാ കണാരനും കുമാരനും കള്ളുടിച്ചും മാപ്പിളയും അല്ലാത്തോലും കള്ളുടിച്ചു പോണ റോട്ടിൽ ഇവിടെ ഫോട്ടോ കൊണ്ടേക്കണെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണങ്ങൾ അതിന്റെ ഗൗരവം. ഈ വക ഒരുപാട് നിയമങ്ങൾ അടങ്ങിയതാണ് സ്ത്രീകളുടെ ജീവിത രീതി. ഇനി അയാള് പറയുന്നത് പഞ്ചായത്താറ്റ ആ നല്ല പമ്പർന്നോളെ വലിച്ചേർക്കണത് ആരാ? ആ സാധാരണക്കാരനായ മാപ്പിള കഴിഞ്ഞില്ല. സ്വന്തം ഭാര്യയെ അടുക്കളയിൽ നിന്ന് പഞ്ചായത്ത് കൊണ്ടുവരാൻ സാധിക്കാത്ത ഭർത്താവ്, ആ ഭർത്താവിന് സാധിക്കാത്തത് ചാനലിലിരുന്ന് ഈ മൂല്യാര് ചെയ്തു കൊടുക്കുകയാണ്. അതിന് വിരുദ്ധമായ ഒരു നിലപാട് സ്ത്രീകളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം ഇന്ത്യ ഇഞ്ഞു അയാൾ പറയുന്നതിന് ഒറ്റ ആയത്തിൽ അയാൾ ഓതൂല്ല. ഇതുവരെ എത്ര കുനുകുനായത്താ ഓതിയത്. ഇഞ്ഞ അയാൾ പറയുന്നതിന് ആരായത്തോതൂല. കേട്ടോളി മുസ്ലിങ്ങളെ, ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സംവരണ വാർഡുകൾ ഉണ്ടാകും. ആയത്തോതി മൂല്യരെ ആ സംവരണ വാർഡുകളിൽ സ്ത്രീകൾക്ക് മാത്രമേ മത്സരിക്കാൻ അവകാശമുള്ളൂ. ഒരു ഹദീസിന്റെ കണ്ടം പറയും മൂല്യരെ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മാപ്പിള ജാതിയിൽ മാത്രമുള്ള സാധനമല്ല, അല്ലാത്ത ജാതിയിലും കിട്ടും അത് മത്സരിച്ചാൽ. അവിടെ ഇത്തരം നിയമങ്ങൾ പാലിച്ച് ജീവിക്കേണ്ടവളാണ് ഞാൻ മത്സരിക്കാനില്ല എന്നും പറഞ്ഞ് മുസ്ലിം സ്ത്രീകൾ ആകമാനം മത്സരരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞാൽ, ഇവിടെ ഇസ്ലാമികമായ രൂപത്തിൽ ചിന്തിച്ചാൽ പല വിഷമങ്ങളും അതുകൊണ്ട് വന്നു ചേരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ചുക്കും വരൂല. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണനായിട്ട് ഇവിടെ ആകാശം പൊളിഞ്ഞു. ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ ശാന്തകുമാരി ലീഗിന്റെ ചിഹ്നത്തിലോ അല്ലാത്ത ചിഹ്നത്തിലോ മെമ്പറായി വിചാരിച്ച് ഇവിടെ ആകാശം പൊളിഞ്ഞാടോ? ആര്യങ്ങൾ ഈ പൊട്ടീസാക്കളെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് 2 മെമ്പർമാര് കുറയും, അത്ര തന്നെയുള്ളൂ. ഭർത്താവ് സൂക്ഷിച്ചു പോന്ന കാത്തു സൂക്ഷിച്ചു പോന്ന വാർഡ് ആരെങ്കിലും കൊണ്ടോ? അത്രേ സംഭവിക്കാൻ പോണുള്ളൂ. മാപ്പിളാർക്കൊന്നും വരാൻ പോണില്ല. ഫാസിസത്തിന്റെ കടന്നുകയറ്റം മുഖേന
ഇസ്ലാമികമായ ചിഹ്നങ്ങൾ പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഇത് മുഖേന വന്നു ചേരുമെങ്കിൽ അതിന് തടയിടാൻ ഇത്തരം നിർബന്ധ സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് അനുവദനീയമാണ്. പക്ഷേ ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ അവസരമായി ദുരുപയോഗപ്പെടുത്താതെ ഇജാതി ഫോട്ടം വരെ വെക്കണമെന്ന് ഫത്വ കൊടുത്ത ഇനി അതിന്റെ അപ്പുറത്തൊരു ദുരുപയോഗം ഏതാ? മാപ്പിളുടെ വരാന്ന്. ഞാനൊരു മുസ്ലിമത്താണ്, ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, പൊതുസമൂഹത്തിനും ഇസ്ലാമികമായ കാര്യത്തിനുമൊക്കെ ഗുണം ചെയ്യാൻ ഒരു കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന നെയ്യത്തോടെ. എന്നാൽ മുത്ത് നബി പറഞ്ഞത് അങ്ങനെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഭൂമിയുടെ അടിയിലേക്ക് പോയിക്കോളൂ. ഇതാ പറഞ്ഞു.